إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. വളരെ പ്രിയപ്പെട്ട ഒരു മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ലോകരക്ഷിതാവുമായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് എന്റെ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിച്ച് മടക്കപ്പെടുന്നവരായി മാറുവാനും കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 13-ാം അധ്യായം സൂറ റഅദിന്റെ 26-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിൽ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഒരു അവസ്ഥാ വിശകലനമാണ് അള്ളാഹു നടത്തുന്നത്. അള്ളാഹു ദുനിയാവിന്റെ ജീവിതത്തിൽ തീരുമാനിക്കപ്പെട്ട ഒരു ക്രമത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആയത്തിന്റെ ആദ്യ ഭാഗം യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ വിശാലമായി ദുനിയാവിന്റെ ജീവിതത്തെ നൽകുന്നു എന്നാണ്. വയഖദിർ, അതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ആയത്തിന്റെ ഭാഗമായി അള്ളാഹു സൂചിപ്പിച്ചത് വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, ദുർവൃത്തരായ ആളുകൾ അവർ ദുനിയാവിന്റെ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭ്യമായതിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. എന്നിട്ട് അള്ളാഹു ദുനിയാവിന്റെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നും എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശമെന്നും ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്.
വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ മതാ. പരലോകത്തെ അപേക്ഷിച്ചു കൊണ്ട് നോക്കുമ്പോൾ ഐഹികമായ ദുനിയാവ് അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സുഖാനുഭവം മാത്രമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ട ചില കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് അതിന്റെ ഒരു വിശദീകരണം എന്ന അർത്ഥത്തിലാണ് ഇന്ന് അല്പസമയം സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറഞ്ഞത്, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുനിയാവിന്റെ ജീവിതം, അതിന്റെ സൗകര്യങ്ങൾ അവന്റെ ഉദ്ദേശപ്രകാരം അവൻ വിശാലമാക്കി നൽകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ പഴയ അവസ്ഥ എന്താണ് എന്നത്? ആ പഴയ അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മളൊക്കെ തന്നെ എത്തിച്ചേർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എഫേർട്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് പരിമിതമാണ്. നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ആയിത്തീർന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൃത്യമായി ദുനിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് വിശാലത നൽകി, ഒരു നല്ല ഒരു അവസ്ഥയിൽ സാമ്പത്തികമായി, അതേപോലെ തന്നെ ശാരീരികമായി, മാത്രമല്ല സാമൂഹികമായി ഒരു നല്ല അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു നൽകിയത്? അത് നന്ദിയും നന്ദികേടും നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നതിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിശാലത നൽകിയിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് പരിമിതപ്പെടുത്തി എന്ന് പറയുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ജീവിതം അവർക്ക് പരിമിതമാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഗസയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പട്ടിണി മരണവും പ്രയാസവും പ്രതിസന്ധികളും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹു അങ്ങനെ അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിമിതപ്പെടുത്തുന്നത് എന്തിനാണ്? പരിമിതപ്പെടുത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ക്ഷമയും അതേപോലെ തന്നെ നമ്മുടെ ക്ഷമകേടും പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ദുനിയാവിന്റെ ജീവിതത്തിൽ ചില ഇടുക്കങ്ങൾ നമുക്ക് നൽകുന്നത് എന്നതാണ്. അത് സാമ്പത്തികമായി മാത്രമായിക്കൊള്ളണമെന്നില്ല. ശാരീരികമായി സാമ്പത്തികമായി നല്ല അവസ്ഥയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതമാക്കപ്പെടുന്നത് അവരുടെ ശാരീരികമായ പ്രയാസങ്ങളാവാം. ആ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമ കൊണ്ട് അല്ലെങ്കിൽ അക്ഷമ കാണിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. എന്റെ ജീവിതം എന്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. നമ്മുടെ ഇടപെടലുകളും അതേപോലെ തന്നെ ദുനിയാവിന്റെ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മളിങ്ങനെ സ്വയം വിലയിരുത്തുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു പോകുന്നത് എന്നതാണ്. രണ്ടാമത്തെ ഭാഗം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ദുനിയാവിന്റെ ജീവിതം കൊണ്ട് അവർ സന്തോഷിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഐഹിക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ പുളകം കൊള്ളുകയും അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട സ്വഭാവമല്ല എന്നാ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ആഡംബരങ്ങളും ആഭാസങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ, നമുക്ക് നൽകപ്പെട്ടതിനെ കൃത്യമായി കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചല്ലോ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നമുക്ക് നൽകപ്പെട്ട ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി നമ്മളോട് ചോദിക്കുന്നതാണ് എന്ന കൃത്യമായ ഒരു ധാരണ യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ്. എന്താണ് ദുനിയാവിന്റെ ജീവിതം? അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാ? അള്ളാഹുവിന്റെ അവസാന പ്രവാചകനാണ്. അതേപോലെ തന്നെ ആദ്യമായി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന, മറ്റാരും പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിൽ പരിഗണിക്കപ്പെടുന്ന ആ അന്ത്യപ്രവാചകന്റെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓല കൊണ്ട് മെടഞ്ഞ ആ പായയിൽ കിടന്നുറങ്ങി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ, നല്ല വെളുത്ത സുന്ദരമായ ശരീരത്തിൽ കാണുന്ന ആ പാടുകൾ കാണുമ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല പ്രവാചകരെ, പാടില്ലാതിരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു മെത്ത ഞങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരട്ടെയോ പ്രവാചകരെ എന്ന് തങ്ങളുടെ ശരീരത്തെക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകനോട് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി? പ്രവാചകൻ പറഞ്ഞത്, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം എന്നാണ്. ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? ഒരു വാഹന യാത്രക്കാരന് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തണൽ തേടിച്ചെന്ന് പിന്നെ അത് വിട്ടേച്ചു പോവുകയും ചെയ്തു എന്നതുപോലെ മാത്രമാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്നാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും അത് മറന്നു പോകുന്നു എന്നാണ്. ഖുതുബ പറയുമ്പോ മാത്ര, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ മാത്ര നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ആലോചന പോലും കടന്നു വരുന്നത് എന്നാണ്. ദുനിയാവിന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതാണോ? ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അക്കമിട്ടുകൊണ്ട് കാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതാണ്. ഞാൻ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും, ഞാൻ ചെലവഴിക്കുന്ന എന്റെ സമയം, ഞാൻ ചെലവഴിക്കുന്ന എന്റെ ആരോഗ്യം, ഞാൻ സമ്പാദിച്ച എന്റെ സമ്പത്ത്, ഞാൻ ചെലവഴിക്കുന്ന എന്റെ സമ്പത്ത്, എന്റെ ജീവിതത്തിൽ എന്റെ വിചാരണ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വികാരങ്ങളെപ്പോലും വിചാരണ ചെയ്യപ്പെടുന്നു എന്നതാണ് പാരത്രികമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോന്നും അത് അളന്നു മുറിച്ച് കൃത്യമായി വിചാരണ ചെയ്യപ്പെടുമ്പോ അവിടേക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ദുനിയാവിന്റെ ജീവിതത്തിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാറുണ്ട്, അല്ലെ? ആരാ ഭാഗ്യവാൻ? നല്ല ജോലിയുള്ള, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള, ദുനിയാവിന്റെ ജീവിതത്തിൽ സൗകര്യങ്ങളുള്ള, അതേപോലെ തന്നെ താമസിക്കാൻ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ആഡംബര ചുംബികളായിട്ടുള്ള പിന്നെ വീടുകളുള്ള, സൗകര്യങ്ങളുള്ള ആളുകളെ നമ്മൾ ഭാഗ്യവാനാണെന്ന് പറയാറുള്ളത്. എന്നാൽ ആ ദുനിയാവിന്റെ ജീവിതത്തിൽ ആ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. വിശുദ്ധ ഖുർആൻ സൂറ ഹദീദ്, ആ സൂറ ഹദീദിന്റെ 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാ, നിങ്ങൾ അറിയണം കേട്ടോ, നിങ്ങൾ അറിയണം കേട്ടോ. എന്താ അറിയേണ്ടത്? അന്നമൽ ഹയാത്ത് ദുനിയ, ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ലഇബും വലഹുവും വസീനത്തുൻ, അത് കളിയും അതേപോലെ തന്നെ വിനോദങ്ങളും, വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, അത് ദുരഭിമാനം നടിക്കലും വിനോദവും അലങ്കാരവും പരസ്പരം സ്വത്തുക്കളിലും അതേപോലെ തന്നെ സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമല്ല. എന്നിട്ട് അതിന്റെ ഉദാഹരണം അല്ലാഹു പറയുന്നുണ്ട്. അതേതുപോലെ ദുനിയാവിന്റെ ജീവിതം കമസലി ഗൈസിൻ, ഒരു ശക്തമായ മഴ പോലെയാണ്. അജബൽ കുഫാർ നബാതുഹു, അത് വിളവ് എടുക്കുന്ന കർഷകൻ അത് കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, അതിന്റെ വിളവ് കാണുമ്പോ. എന്നാൽ എന്നാൽ അതെന്തായി തീരുന്നു? പിന്നീട് തുരുമ്പായി തീരുകയും മഞ്ഞ നിറം കൊണ്ടുപോവുകയും അതിന് ഉണക്കം ബാധിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ അള്ളാഹു പറഞ്ഞു, എന്നാൽ ദുർവൃത്തരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരത്രികമായ ജീവിതത്തിൽ അവർക്കുള്ളത് അദാബുൻ ശദീദൻ, കഠിനമായ ശിക്ഷയാകുന്നു. എന്നാൽ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളതോ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ, ദുനിയാവിന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായി ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കി ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മഗ്ഫിറത്താണ്, പാപമോചനമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, മനുഷ്യ, നിന്നെ വഞ്ചിച്ചു കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ദുനിയാവിന്റെ ജീവിതത്തിന്റെ വിഭവങ്ങളെന്ന് തിരിച്ചറിവുണ്ടാകണം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, നെഞ്ചിലിങ്ങനെ കൈവച്ചുകൊണ്ട് ചോദിക്കുക, അള്ളാഹ് പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ എന്നതാണ് ഞാൻ ആലോചിക്കേണ്ടത്. ദുനിയാവിൽ സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്,
ആ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കണ്ട എന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറരുത് എന്നതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ദുനിയാവിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ജോലിയോ, ഏറ്റവും നല്ല ഒരു സാമ്പത്തികമായ അവസ്ഥയോ, ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ദുനിയാവിന്റെ പുളകം കൊള്ളാവുന്ന ആസ്വാദനം നൽകാവുന്ന തരത്തിലുള്ള ഒരു ജീവിതമോ അല്ല. അത് നേടിയവനല്ല യഥാർത്ഥത്തിൽ വിജയി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് അല്ലാഹു പറഞ്ഞല്ലോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹുൻ വലദ്ദാറുൽ ആഖിറ ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. വിശുദ്ധ ഖുർആൻ സൂറ അൻആമിന്റെ 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹു. ഐഹികമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല കേട്ടോ. വലദ്ദാറുൽ ആഖിറ, പാരത്രികമായ ലോകമാണ്. ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, ദുനിയാവിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താ? അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ. അല്ല മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ആ ഒരു അർത്ഥത്തിൽ ദുനിയാവിനെ കാണാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് നൽകപ്പെട്ട ഓരോന്നും അത് ഇഴകീറി അള്ളാഹുവിന്റെ മുമ്പിൽ പരിശോധിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ ജീവിതം. സുബഹി മുതൽ ഓർമ്മയുള്ള ഈ സമയം വരെ ആ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നത്, അതിലെല്ലാം എന്തെല്ലാം നന്മകൾ ഉണ്ടായി എന്നത്, എന്തെല്ലാം തിന്മകൾ പ്രവർത്തിച്ചു എന്നത്, എന്തെല്ലാം ചിന്തകൾ ഉണ്ടായി എന്നത്, ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു ലോകം എന്നാണ് പാരത്രികമായ ജീവിതത്തെ കുറിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തിന് ഞാനും നിങ്ങളും പ്രാധാന്യം നൽകണം എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമൻ സുഖ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു പറയാ, ദുനിയാവിന്റെ ജീവിതം അത് മനുഷ്യ നിന്നെ വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. യഥാർത്ഥത്തിൽ പരലോകത്തിൽ രക്ഷപ്പെടുക, അവിടെ സ്വർഗം നേടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ളത് എന്നതാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് എത്ര തവണ ആ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട് ഒരു ദിവസം? അങ്ങനെ ആലോചിച്ചു നോക്കി. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നയിക്കുന്നത് എപ്പോഴാ? ഒരു മരണ രംഗം കാണുമ്പോഴാ. നമുക്ക് മരണപ്പെട്ടു പോണല്ലോ, അത് ചോദ്യം ചെയ്യുമല്ലോ എന്നൊക്കെയുള്ള ഓർമ്മയുള്ളത്. കുറച്ചു കഴിഞ്ഞാലോ അത് മറന്നു പോകുന്നു. നമ്മൾ ദുനിയാവിലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മനുഷ്യനെ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് അലങ്കാരമാക്കി കാണിച്ചത്? ഒന്ന് അവന്റെ ഇച്ഛകളാണ്, അവന്റെ തോന്നലുകളാണ്. ആ തോന്നലുകൾക്ക് പിന്നാലെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ പോലും, അല്ലെങ്കിൽ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പോലും, അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർ പോലും, അല്ലെങ്കിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവർ പോലും പലപ്പോഴും അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നില്ല എന്നതാണ് ദുനിയാവിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ, ചിലതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തിനാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്? ദുനിയാവല്ലേ, കുറച്ചൊക്കെ അങ്ങനെ ആവണ്ടേ, തീരെ വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നും ആ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് ഞാനാണ് എന്നും, അത് അള്ളാഹുവോട് എനിക്കൊരു ഉദ്റു പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവോട് മറുപടി പറയാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് ആലോചനയും ഉണ്ടാകണമെന്നാണ് പ്രിയപ്പെട്ടവരെ. എന്ത് പ്രവർത്തനത്തിനും നമുക്ക് നിദാനമാകേണ്ടത്, നിമിത്തമാകേണ്ടത്, കാരണമാകേണ്ടത് എന്നതാണ്. അല്ലെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലത്തിൽ സ്പർശിക്കുമ്പോഴും, നമ്മുടെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിൽ ബന്ധപ്പെടുമ്പോഴും, അത് ജോലിയുമായി ബന്ധപ്പെടാം, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതത്തിന്റെ എന്തിൽ ബന്ധപ്പെടുമ്പോഴും അതെന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന ചിന്തയിലേക്ക് വരാത്തിടത്തോളം കാലം ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ നമസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു എന്നതുകൊണ്ടൊന്നും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ അങ്ങനെ. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? ഒരു യാത്രക്കാരനെ പോലെ, അല്ലെ? മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഏതുപോലെ? ഒരു വഴി മുറിച്ചു കടക്കുന്നവനെ പോലെ. അതുപോലെയുള്ള ഒരു ബന്ധം മാത്രമാണ് ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവിനല്ല പ്രാധാന്യം നൽകേണ്ടത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇങ്ങനെ
കുറിച്ചു വെക്കേണ്ടുന്ന, എഴുതി വെക്കേണ്ടുന്ന, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എടുത്ത് വായിച്ചു നോക്കേണ്ടുന്ന ഒരായത്താത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. പാരത്രികമായ ജീവിതമാണ് കേട്ടോ. ഏറ്റവും നിനക്ക് അവശേഷിക്കുന്നത്, നിനക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് ദുനിയാവിന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങളല്ല, പാരത്രികമായ ജീവിതത്തിന്റെ നഷ്ടങ്ങളാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ നഷ്ടം എന്ന തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തണം. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള തർബീയത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ ഒരേ കോളേജിൽ പഠിച്ച ഒരു 5 ആളുകൾ, അവര് പല വഴിയും വലിയ ബിസിനസ്സുകാരും അതേപോലെ തന്നെ വലിയ ആളുകളൊക്കെ ആയി. അവർ 5 പേരും ഒരിക്കൽ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ ഒന്ന് കാണണം. അവരെ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ 5 പേരും ഒന്നിച്ചുകൊണ്ട് അധ്യാപകന്റെ വീട്ടിലേക്ക് വരും. അധ്യാപകനെ അവരോട് ഇങ്ങനെ ഇന്ന് സംസാരിച്ചപ്പോ അവർക്ക് ഉന്നതമായ ജോലികളിലാണ്. അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായിരുന്നു. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവർ ഉയരങ്ങളിൽ എത്തി എന്ന് പറയുമ്പോൾ അത് വലിയ എന്താ പറയാ ആഹ്ലാദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് വലിയ ജോലിയുണ്ട്, അതേപോലെ തന്നെ വലിയ സാമ്പത്തികമായ അവസ്ഥയുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, വലിയ ആഡംബര പരമായിട്ടുള്ള കാറുകളിലൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ അവരെങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ അവരുടെ മുഖത്തൊന്നും വലിയ സന്തോഷം കാണാൻ ആ അധ്യാപകന് കഴിയുന്നില്ല എന്നതാണ്. മാത്രമല്ല അവരുടെ സംസാരത്തിൽ മുഴുവൻ വരുന്നത് അവരുടെ ബിസിനസ്സിലെ പ്രതിസന്ധികള്, തൊഴിലിന്റെ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ കുടുംബ വഴക്കുകളുമൊക്കെയായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ സംസാരത്തിലൊക്കെ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് അധ്യാപകന് മനസ്സിലായി അവർ ഉയർന്ന പദവികളും അതേപോലെ തന്നെ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവരൊന്നും തന്നെ ഹാപ്പി അല്ല എന്ന അധ്യാപകന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ ആ അധ്യാപകനോട് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞു, പണ്ട് സ്കൂളിൽ അവര് കോളേജില് അത്ര നല്ല ഒരു നമ്മൾ പറയില്ല ചങ്ക്സ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പണ്ട് മറുപടി തന്നിരുന്ന അല്ലെങ്കിൽ ഉപദേശം തേടിയിരുന്നത് മാഷങ്ങളോടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഘുവായി ഞങ്ങളുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ദുനിയാവിന്റെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, എന്ത് മാത്രമല്ലാത്തത് സന്തോഷവും സമാധാനവും ഇല്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ മാഷോട് ചോദിക്കാൻ. ആ മാഷ് കുറച്ചേരം ഇങ്ങനെ അവരുടെ മുമ്പിൽ ആലോചിച്ച് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു സമാധാനം, ആ ചായ കുടിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്ന് ആ വിശ്വാസത്തോടെ അവരിങ്ങനെ കാത്തിരിക്കാൻ. അധ്യാപകൻ പിന്നെ എന്ത് ചെയ്യാണ്, അടുക്കളയിൽ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ചായയുമായിട്ട് അദ്ദേഹം ഒരു ട്രെയിൽ ഇങ്ങനെ ചായ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. ചായ ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള ചായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ 5 പേരും ഓരോ കപ്പ് വീതം കയ്യിലെടുത്ത് ആ ചായ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. അല്പനേരം അവർ ചായ കുടിക്കുന്നത് ആ മാഷ് ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നേരത്തെ നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, ആ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ചായ ഉണ്ടാക്കാൻ പോയത്. അതുകൊണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാം, പരിഹാരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അവരാ ചായക്കോപ്പയും കയ്യിൽ വെച്ചിട്ട് ആ അധ്യാപകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. അദ്ദേഹം സംസാരം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 5 പേരാ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ചായ എത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, 7 എണ്ണം ഉണ്ട്. അതെ, 7 കപ്പ് ചായയാണ് 5 പേർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതിൽ 5 എണ്ണം എന്ന് പറഞ്ഞത് മനോഹരമായ ചിത്രപ്പണികൾ നിറഞ്ഞ വില കൂടിയ പോർസലീൻ കപ്പുകളായിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. 2 കപ്പ് സാധാരണ സ്റ്റീലിന്റെ പിന്നെ കപ്പായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അവരിങ്ങനെ വളരെ കൗതുകത്തോടു കൂടി ഇങ്ങനെ കേട്ടിരിക്കുമ്പോ അദ്ദേഹം അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളാരും ആ സ്റ്റീൽ പാത്രത്തിലെ ചായ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചു.
അവരൊക്കെ എടുത്തിട്ടുള്ളത് മനോഹരമായ ചിത്രപ്പണികളുള്ള ആ ഗ്ലാസ് ആണ് അവരൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ മാഷ് ചോദിച്ചു, എന്ത് നിങ്ങൾ സ്റ്റീലിന്റെ എടുക്കാതിരുന്നത്? 5 പേർക്കും പെട്ടെന്നൊരു ഉത്തരവൊന്നും പറയാൻ കഴിയില്ല. അവരിങ്ങനെ എന്താ അതിന് മറുപടി പറയാ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പൊ മാഷ് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ലക്ഷ്യം ചായ കുടിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങള് കപ്പുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതിനകത്തുള്ള ചായ ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ നാം ചായക്കാണ് പ്രാധാന്യം നൽകേണ്ടിയിരുന്നത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രാധാന്യം നൽകിയത് കപ്പുകൾക്കാണ്. 7 എന്താ ഉള്ളത്? ചായ ഉള്ളത്. പക്ഷെ അവരൊക്കെ എടുത്തത് മനോഹരമായിട്ടുള്ള കപ്പുകളാ. ആ സ്റ്റീൽ കപ്പുകള് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചായ പോലെയാണ്. തൊഴിലും ബിസിനസ്സും മറ്റുമെല്ലാം കപ്പുകൾ പോലെയുമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ ചായക്ക് വേണ്ടിയാണ് കപ്പുകൾ, അല്ലാതെ കപ്പുകൾക്ക് വേണ്ടിയല്ല ചായ. നമ്മൾ മനസ്സിലാക്കേണ്ടതും അതന്നെ. ജീവിതം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ജോലിയും ബിസിനസ്സും വരുമാനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വത്തും സമ്പത്തുമെല്ലാം അതൊക്കെ നമ്മുടെ ജീവിതം സന്തോഷമാക്കാനുള്ള ചില ഉപാധികൾ മാത്രമാണ്. എന്നാൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത് എന്താണെന്നറിയോ? അതാണ് ജീവിതം ആണ് വ്യത്യാസം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്താ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിന്റെ ജീവിതം നിന്നെ വഞ്ചിച്ചു കളയും, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൊഴിലും ബിസിനസ്സും ഒക്കെ ദുനിയാവിന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതാണ്. അതല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞത്. ജീവിതം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാര്യയോടും മക്കളോടും ഒക്കെ സമയം ചെലവഴിക്കുകയും പ്രായമായ ഉപ്പമാരോടും ഉമ്മമാരോടും ഒപ്പം ഇരിക്കുകയും സമയം കണ്ടെത്തുകയും അതുപോലെ തന്നെ കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ അല്പം സ്വറ പറഞ്ഞിരിക്കുകയും അവനവന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. അതാണ് സന്തോഷത്തിന്റെ വഴി. നമ്മളൊക്കെ ഓരോന്നില് ടെൻഷനാണ്, അല്ലെ? എനിക്ക് ജോലിന്റെ ടെൻഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ ഏറ്റെടുത്ത മറ്റു കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എന്റെ ജീവിതം എന്ന് പറഞ്ഞത് എന്താ? ദുനിയാവിന്റെ ജീവിതത്തിൽ സന്തോഷമാകണം. ആ സന്തോഷമാകണമെങ്കിൽ എന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പലതുമുണ്ട്. ആ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ജീവിതം എന്ന് പറഞ്ഞത് എന്റെ തൊഴിലും അതേപോലെ തന്നെ എന്റെ സമ്പത്തും ഞാൻ സമ്പാദിക്കുന്നതും മാത്രമാണ് എന്ന് വിചാരിച്ച് നടന്നാൽ ആ മനുഷ്യന് ദുനിയാവിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ഒരു വിധത്തിൽ സന്തോഷവും അവർക്ക് കിട്ടുകയില്ല എന്നതാണ്. ഇതൊരു പാഠാണ്. നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ ജീവിതം എന്തിനാ? അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാനാ പടച്ച റബ്ബ് നിങ്ങളെ ഈ രൂപത്തിൽ ഈ ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നതാണ്. നമുക്ക് പദവികൾ ഉണ്ടാവാം, അധികാരമുണ്ടാവാം, സമ്പത്തുണ്ടാവാം, അതൊക്കെ തന്നെ ജീവിതത്തിന്റെ രുചിക്കൂട്ടുകളാണ് എന്നതിന്റെ അപ്പുറം, ആ രുചി കൂട്ടാനുള്ള മേമ്പൊടികളാണ് എന്നതിന്റെ അപ്പുറം മറ്റൊരു താല്പര്യവും അതിന് നൽകാതിരിക്കുക എന്നതാണ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് അല്ലാഹ് പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നല്ല പ്രവർത്തനങ്ങൾ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ദുനിയാവിന്റെ ജീവിതം സമ്പാദിച്ചോളൂ. ആ സമ്പാദ്യം എന്തായിരിക്കണം? അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം. അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെലവഴിച്ചോളൂ. ആ ചിലവഴിക്കുന്നത് എന്താവണം? അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാവണം. അത് ശൈത്താന സന്തോഷമുണ്ടാക്കുന്ന കാര്യത്തിനാവരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അല്ലാഹ് പറഞ്ഞല്ലോ, ധൂർത്തന്മാരായ ആഡംബരങ്ങളുടെ പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവർ ശൈത്താനിന്റെ ആളുകളാണ്, അള്ളാന്റെ ആളുകളല്ല. അതുകൊണ്ട് ചെലവഴിക്കാം. ആ ചെലവഴിക്കുന്നതിൽ പരിമിതിയും പരിധിയും നിർണയിക്കണം. ആ നിർണയിക്കേണ്ടത് ആരാ? അത് കല്യാണത്തിന്റെ പേരിൽ പറ്റില്ല, അല്ലേ? കല്യാണം 2-3 ഖുതുബയിൽ ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്ന ഒരു സാധന, അല്ലേ? അവിടെ കൃത്യമായി അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ എന്റെ വിവാഹത്തിൽ ഉണ്ടാവൂ എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ കുടുംബം ചിന്തിക്കുമ്പോ, അല്ലെ? ഇപ്പോ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ടാലോ അപ്പൊ കൊടുക്കുന്ന മൊബൈൽ ഫോൺ, അല്ലെ? ശരിക്കും ഹലാലാണോ?
ആ മൊബൈൽ ഫോണിൽ പിന്നെ സംസാരിക്കാം, കല്യാണം ഉറപ്പിക്കാം. കല്യാണം ഉറപ്പിച്ചാൽ ഉടൻ വിവാഹം പിന്നെ എന്ത് ചെയ്യണം, നടത്തണം എന്നാണ്. നമ്മൾ ഒരു കൊല്ലമൊക്കെ കല്യാണം നിശ്ചയിച്ചിട്ട് എന്നിട്ടോ ഇവർ രണ്ടുപേരും സംസാരിക്കുക. അതിന് നമ്മൾക്ക് അംഗീകാരം കൊടുത്തു, കുടുംബം മാത്രമാണ് അംഗീകാരം കൊടുത്തത്. അള്ളാന്റെ അംഗീകാരം കിട്ടൂല. അള്ളാന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ നിക്കാഹ് കഴിയണം. അതുവരെ അവരൊന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അന്യരാണ്. നോക്കികളെ, കല്യാണം നിശ്ചയിച്ചിട്ട് അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും മരണം സംഭവിച്ചാലോ ആ കല്യാണം നടക്കുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം, ശ്രദ്ധ ഉണ്ടാവണം, അല്ലെ? സംസാരങ്ങളിൽ പോലും അത് അള്ളാഹ് ഇഷ്ടപ്പെടണം. അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോഴാ ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവുക. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ അല്ലെ, അത് നിക്കാഹ് കഴിഞ്ഞിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനകുമാ ഫി ഖൈർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബർക്കത്ത് ഉണ്ടാവേണ്ട പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ആഡംബരങ്ങളും ആഭാസങ്ങളും ഒഴിവാക്കണം. വിവാഹം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാണ്, വളരെ പരിശുദ്ധമാണ്. അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയണം, അല്ലെ? ആളുകൾക്ക് മുമ്പിൽ പരസ്പരം കിസ് ചെയ്യുകയും നിറഞ്ഞാടുകയും തിരിയും ചെയ്തുകൊണ്ടുള്ള വിവാഹങ്ങൾ വളരെ കൃത്യമായി എന്റെ രക്ഷിതാക്കൾ, കുടുംബം അതിൽ ഇടപെടണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ ചെയ്യുമ്പോഴാ അതിൽ ബർക്കത്ത് ഉണ്ടാവുക. പിന്നെ നമ്മളൊന്നും ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, അല്ലെ? അത് നോക്കുക, അത് അള്ളാഹ് പറഞ്ഞത് അല്ലദീന ആമനു വതത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹ് പറയാ, ശ്രദ്ധിക്കുക, അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാകുന്നത്, സമാധാനം കിട്ടുന്നത്, ശാന്തി കിട്ടുന്നത്. അത് അള്ളാഹിനെ കുറിച്ചുള്ള ആ ഓർമ്മ കൊണ്ട് മാത്രമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മോട്ടോ ആയി, നമ്മുടെ മുദ്രാവാക്യമായി വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ കൃത്യമായി മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ, സുന്നത്തിനെ കൃത്യമായി അനുധാവനം ചെയ്തുകൊണ്ട് നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക. അല്ലാഹ്